തരം തിരിക്കുക എന്നുള്ളത് കുക്ക്ഡ് ഫുഡ് നോൺ കുക്ക്ഡ് ഫുഡ് അതായത് റോ ആയിട്ടുള്ളത് നമ്മൾ രണ്ടായി തന്നെ സൂക്ഷിക്കണം. ക്രോസ് കണ്ടാമിനേഷൻ വരാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ നമുക്കറിയാം വീടുകളിൽ നമ്മൾ ഇറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് പെരട്ടി മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ പോലും ഇത് രണ്ടായിട്ട് തന്നെ സൂക്ഷിക്കുക. ഈ അൺകുക്ക്ഡ് ഫുഡ് കുക്ക്ഡ് ഫുഡുമായിട്ടുള്ള കണ്ടാമിനേഷൻ വരാതെ സൂക്ഷിക്കുക. നമുക്കറിയാം ഒരു ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത് ഒരു 4 മുതൽ 60 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും കൂടുതൽ ഈ ബാക്ടീരിയകൾ പെരുകാനുള്ള സാധ്യത. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പൊന്നി കൃഷ്ണൻ. അപ്പോൾ നമ്മൾ വീടുകളിലും നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ വീടുകളിലും ഹോട്ടലുകളിലും, അത് ഹോട്ടലാണോ ബേക്കറി ആണോ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ വീടുകളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 4 സ്റ്റെപ്പുകളാണ്. ഒന്ന് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ആദ്യമേ നേരത്തെ പറഞ്ഞ പോലെ കൈ കഴുകുക, ബാക്കി കത്തി, ചോപ്പിംഗ് ബോർഡുകൾ, കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ, പാത്രങ്ങളെല്ലാം ഓരോ ഉപയോഗത്തിന് ശേഷവും വൃത്തിയായി കഴുകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും റണ്ണിങ് വാട്ടർ നമ്മൾ ടാപ്പിന്റെ അടിയിൽ പിടിച്ച് തന്നെ നന്നായിട്ട് അത് കഴുകിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ മാംസം, അതുപോലെ തന്നെ മീറ്റ് പ്രോഡക്ട്സ്, അതുപോലെ മുട്ട എന്നീ പച്ചക്കറികൾ, ഇവയെല്ലാം നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അടുത്തതാണ് സെപ്പറേഷൻ, അതായത് നമ്മൾ ഇത് വൃത്തിയാക്കി തരം തിരിക്കുക എന്നുള്ളത്. കുക്ക്ഡ് ഫുഡ് നോൺ കുക്ക്ഡ് ഫുഡ് അതായത് റോ ആയിട്ടുള്ളത് നമ്മൾ രണ്ടായി തന്നെ സൂക്ഷിക്കണം. ക്രോസ് കണ്ടാമിനേഷൻ വരാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ നമുക്കറിയാം വീടുകളിൽ നമ്മൾ ഇറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് പെരട്ടി മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ പോലും ഇത് രണ്ടായിട്ട് തന്നെ സൂക്ഷിക്കുക. ഈ അൺകുക്ക്ഡ് ഫുഡ് കുക്ക്ഡ് ഫുഡുമായിട്ടുള്ള കണ്ടാമിനേഷൻ വരാതെ സൂക്ഷിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇറച്ചി നന്നായി കഴുകിയതിന് ശേഷം, അല്ലെങ്കിൽ അതിൽ മസാലകൾ പുരട്ടിയതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ, നമ്മളത് വീണ്ടും ഉപയോഗിക്കുമ്പോൾ അത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടായിരിക്കും, നന്നായി വേവിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന ഇറച്ചി ഉപയോഗിക്കുക. പക്ഷേ അത് നമ്മളിപ്പോൾ ഉടനെ കഴിക്കാൻ പോകുന്ന ഒരു ഭക്ഷണത്തിന്റെ അടുത്ത് വെക്കുമോ, അതുമായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ഇറച്ചിയിൽ വിഷകാരികളായ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് വ്യാപിക്കുകയും നമ്മളത് നമ്മുടെ ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഇറച്ചി ഉപയോഗിക്കുമ്പോൾ അത് നന്നായി വേവിച്ചതിന് ശേഷമേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് വീടുകളിൽ പ്രത്യേകിച്ചും കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ്സ് നമ്മൾ കൃത്യമായി വേർതിരിക്കുക. പ്രത്യേകിച്ചും മാംസം, സീ ഫുഡ്സ്, അതുപോലെ മുട്ട എന്നിവ പ്രത്യേകം വേറെ ഒരു പാത്രത്തിൽ തന്നെ നന്നായി ക്ലോസ് ചെയ്ത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യമാണ് കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളത് കൃത്യമായ ടെമ്പറേച്ചർ, ഇപ്പോൾ നമുക്കൊരു ഭക്ഷണം നമ്മളൊരു ഹോട്ടലിലോ അഥവാ നമ്മുടെ വീട്ടിലോ ആണെങ്കിൽ പോലും നമുക്കത് കൃത്യമായ രീതിയിൽ അത് വേവിച്ചിട്ടുണ്ടോ എന്ന് അതിൻ്റെ ഒരു കണ്ടൊരിക്കലും നമുക്കത് വേർതിരിക്കാൻ പറ്റില്ല. അത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു ഭക്ഷണത്തിൻ്റെ ഒരു ഇതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്കറിയാം ഒരു ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത് ഒരു 4 മുതൽ 60 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും കൂടുതൽ ഈ ബാക്ടീരിയകൾ പെരുകാനുള്ള സാധ്യത. അതാണ് ഡേഞ്ചറസ് സോൺ. അതായത് 40 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 140 ഡിഗ്രി, അല്ലെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസ് മുതൽ 60 ഡിഗ്രി സെൽഷ്യസ് വരെ. അപ്പോൾ ഈ ടെമ്പറേച്ചറിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയകൾ പെരുകാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു കോർ ടെമ്പറേച്ചർ, ഒരു ഇറച്ചി വിഭവങ്ങളാണെങ്കിൽ ഒരു 145 മുതൽ 165 ഡിഗ്രി വരെയാണ് അത് ഏറ്റവും കൂടുതൽ നമ്മൾ പാചകം ചെയ്യേണ്ടത്. ആ ടെമ്പറേച്ചറിൽ അത് നന്നായിട്ട് പാചകം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് ഭക്ഷണം തണുപ്പിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വീടുകളിൽ ഇപ്പോൾ ഉടനെ ഭക്ഷണം പാചകം ചെയ്ത് ഒരു 2 മണിക്കൂറിനകം കഴിക്കുക, അല്ലെങ്കിൽ അന്നേരം വേണ്ടത് ആവശ്യത്തിന് പാചകം ചെയ്യുക എന്നുള്ളതെല്ലാം നമുക്കത് പ്രാക്ടിക്കലി നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ വീടുകളിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കത് ഉടനെ തന്നെ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അന്നേരത്തെ ആവശ്യത്തിനുള്ളത് കുക്ക് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം.